ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്കാണ് അവാർഡുകൾ നൽകിയത്. As we all know, inspired by Arattapuzha Velayutha Panikar, the pioneering leader of Kerala's Renaissance, Samuhika Munneta Munnani was formed in 1917 under the leadership of Sahodaran Ayyappan, initiating revolutionary social reforms. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ സമാനതകളില്ലാത്ത അധ്യായമായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതത്തിൽ നിന്നും ആദർശം ഉൾക്കൊണ്ട് സമാരാധ്യനായ സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനാൽ 1917 സ്ഥാപിതമായ നമ്മുടെ സംഘടന സാമൂഹിക മുന്നേറ്റ മുന്നണി സാർത്ഥകമായ 109 വർഷങ്ങൾ പിന്നിടുകയാണ്. ആദർശത്തിൽ നിന്നും അണുവിടമാറാതെ നാം ഇന്നും മഹത്തായ ആ വഴി പിന്തുടരുകയാണ്. തമസ്കരിക്കപ്പെട്ട ചരിത്രത്തിലെ ത്യാഗോജ്വല ജീവിതങ്ങളെ യുവതലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുക എന്നത് നമ്മുടെ കടമയാണ്. I cordially invite you all to this auspicious occasion of ആദരവ് 2026. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതറിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരവ് 2026 ജനറൽ കൺവീനർ ശ്രീ TK കുട്ടപ്പൻ അവരുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ഇന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് കേരളത്തിൽ നിന്ന് സ്വാമി ധർമ്മചൈതന്യ ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാമി ധർമ്മചൈതന്യ അദ്വൈതാശ്രമം ആലുവയുടെ മഠാധിപതിയാണ്. നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ ഡോക്ടർ R. ബാലശങ്കർ, ഈ സംഘടനയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ സലാം, സംഘടനയുടെ ഇന്ന് നടക്കുന്ന ആദരവ് ആ ചടങ്ങിന് ചുക്കാൻ പിടിച്ച ജൂറിയുടെ ചെയർമാനായ ഈ സംഘടനയുടെ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ പ്രൊഫസർ കോന്നി ഗോപകുമാർ സർ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ അവാർഡ് സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന ആദരണീയനായ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട 19ാം നൂറ്റാണ്ട് സിനിമയുടെ സംവിധായകൻ ശ്രീ വിനയൻ സർ, ശ്രീ ജോണി ലൂക്കോസ്, ശ്രീമതി നുസ്രത്ത് ജഹാൻ, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ശ്രീ കുര്യൻ ജോസഫ് സർ, അദ്ദേഹത്തിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഈ സദസ്സിനില്ല. സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വാമിജി ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ മഠാധിപതിയാണ്. ഞങ്ങളൊക്കെ ആലുവക്കാർ സ്വാമീനെ വിശേഷിപ്പിക്കുന്നത് ഒരു ജനകീയ സ്വാമി എന്നാണ്. R. ബാലശങ്കർജിയെയും പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. സാറിന് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ അവാർഡ് കമ്മിറ്റിയുടെ ജൂറിയായ ശ്രീ പ്രൊഫസർ കോന്നി ഗോപകുമാർ സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ സലാം, അദ്ദേഹത്തിന് വ്രതമാണ്, നൊയമ്പ് സമയമാണ്, എന്നിരുന്നാലും അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്. സാറിനെ ഡൽഹിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, നമ്മളൊക്കെ എല്ലാത്തിനും വിളിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വേണുവേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അശോകേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഡൽഹിയുടെ എല്ലാ പരിപാടിക്കും മുന്നിൽ നിൽക്കുന്ന അശോകൻ സാറിനെ, ഈ സംഘടനയുടെ ഈ പരിപാടിയുടെ രക്ഷാധികാരിയാണ് അശോകേട്ടൻ. ഔപചാരികതയുടെ പേരിൽ ഞങ്ങളുടെ ഈ സംഘടനയുടെ അധ്യക്ഷനും ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷനുമായ ശ്രീ അനിൽ ദേവ്ജിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അവരുടെ അടുത്തു നിന്നും നമുക്കൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ സന്ദേശം നമ്മളെ അറിയിക്കുന്നതിനായി ആദരവ് 2026 പേട്രൺ
ശ്രീ എൻ വേണുഗോപാൽ അവർകളെ സ്വാഗതം ചെയ്യുന്നു. Dear Sri Anil Dev Ji, thank you very much for inviting Sri Ramnath Kovind, Honorable former President of India, to be present on the occasion of annual celebration and award presentation ceremony of Samuhika Munneta Munnani on 1st March 2026 at Deputy Speaker Hall, Constitution Club of India, New Delhi. I am directed to convey that owing to prior commitments, Honorable former President will not be able to attend this significant occasion. He, however, conveys his best wishes for the successful conduct of this event. With regards, yours sincerely, Amrish Singh. സാമൂഹിക മുന്നേറ്റ മുന്നണിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ KP അനിൽദേവ് അവർകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നല്ല പ്രവൃത്തി എവിടെയോ അവിടെയാണ് ദൈവികതയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച സാമൂഹ്യ മുന്നേറ്റ മുന്നണി ചെയർമാൻ അനിൽ ദേവ് പറഞ്ഞു. സാമൂഹിക മുന്നേറ്റ മുന്നണി സഹോദരൻ അയ്യപ്പൻ 1917 വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച സാമൂഹിക മുന്നേറ്റ സംഘം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ആശയപരമായിട്ട് ഗുരുവും അയ്യപ്പനും വിഭിന്ന ആശയമാണെങ്കിൽ തന്നെയും ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു, മനുഷ്യൻ്റെ നന്മ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ജാതിയില്ല, മതമില്ല, ദൈവമില്ല, മനുഷ്യന് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. എങ്കിലും ഒരിക്കൽ സ്വാമിയുടെ മറ്റു ശിഷ്യന്മാർ ഞാൻ ചോദിച്ചു, സ്വാമി അയ്യപ്പൻ ഇങ്ങനെ പറയുന്നത് കണ്ടില്ലേ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അപ്പോൾ വളരെ സൗമ്യനായി സ്വാമി എപ്പോഴും സംസാരിക്കുന്നത് വളരെ സൗമ്യതയോടെ സംസാരിക്കുന്നത്, അയ്യപ്പൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ദൈവികത. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നല്ലതിനു വേണ്ടി ചെയ്ത പ്രവൃത്തി എന്താണോ അതിലാണ് ദൈവികത. അങ്ങനെ ഒരു ദിവസം സ്വാമിയെ എപ്പോഴും അയ്യപ്പൻ്റെ മനസ്സിൽ എപ്പോഴും സംശയങ്ങളാണ്. ഒരു ദിവസം സ്വാമിയെ കാണാൻ വേണ്ടി സഹോദരൻ അയ്യപ്പൻ ആലുവ അദ്വൈതാശ്രമത്തിൽ, സ്വാമിയുമായിട്ടൊക്കെ കണക്ഷനും ബന്ധമൊക്കെ വരാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്വൈതാശ്രമത്തിൽ ചെന്നപ്പോൾ സ്വാമി ഇങ്ങനെ ധ്യാനത്തിലായിരുന്നു. കണ്ണ് തുറക്കുന്നിടം വരെ അയ്യപ്പൻ കാത്തുനിന്നു. തുറന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ചുരുക്കം വാക്കുകൾ പറഞ്ഞു. സ്വാമി പറഞ്ഞു, അയ്യപ്പ, വർത്തമാനം പറഞ്ഞതുകൊണ്ട് പരിവർത്തനം ഉണ്ടാകത്തില്ല, പ്രവർത്തിക്കുക, പ്രവൃത്തിയിൽ കൂടാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. ഇന്നും കാലിക പ്രസക്തിയുള്ള വാക്ക്. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അരുവിപ്പുറത്ത് നെയ്യാർ നദിയുടെ തീരത്തുള്ള സ്വാഭാവികമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കരിങ്കൽ പാറയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് 1888 ശിവരാത്രി നാളിൽ തൻ്റെ കർമ്മകാണ്ഡത്തിന് സമാരംഭം കുറിച്ചത്. അവിടം തൊട്ട് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ അടിമുടി ഒരു പരിവർത്തനം സംഭവിക്കുകയാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായിട്ട് അരുവിപ്പുറം പ്രതിഷ്ഠയെ കാണാൻ കഴിയും. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള കേരളവും അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള കേരളവും രണ്ടും രണ്ടാണ്. പിന്നീട് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കെല്ലാം തന്നെ പ്രേരകമായി ഭവിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മവും ഗുരുവിൻ്റെ ചിന്തകളുമായിരുന്നു. അത് ശ്രീനാരായണ ഗുരു ഉൾക്കൊള്ളുന്ന ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒന്നായിരുന്നില്ല. ഉയർന്നതെന്നും താഴ്ന്നതെന്നും ഒക്കെ വ്യവഹരിക്കപ്പെടുന്ന സമുദായങ്ങളിലൊക്കെ തന്നെ പിന്നീട് വലിയ പരിവർത്തനങ്ങളുണ്ടായി. ആ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരൊക്കെ തന്നെ, അത് മഹാനായ മന്നത്ത് പത്മനാഭനായാലും VT ഭട്ടതിരിപ്പാടായാലും മഹാനായ അയ്യൻകാളിയായാലും, അവരൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി സ്വീകരിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മങ്ങളായിരുന്നു. അവരത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തിന് കേരളത്തിൽ പിന്നീട് രൂപം കൊണ്ട ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലും ശ്രീനാരായണ ഗുരുദേവൻ്റെ പിൻഗാമികളായിട്ടുള്ള ഗുരുവിൻ്റെ
ഗൃഹസ്ഥ ശിഷ്യരായ സി കേശവനും ആർ ശങ്കറും ടി കെ മാധവനും അടക്കമുള്ളവരുണ്ടായിരുന്നു. ടി കെ മാധവനൊക്കെ അക്കാര്യത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. മഹാത്മാഗാന്ധിയുടെ ചിന്തകളെപ്പോലും സ്വാധീനിക്കുവാനും ഹരിജനോദ്ധാരണം കോൺഗ്രസിൻ്റെ കർമ്മ പരിപാടികളിൽ ഒന്നായിട്ട് കോൺഗ്രസിനെ കൊണ്ട് സമ്മതിപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞത് ടി കെ മാധവൻ്റെ പ്രവർത്തനമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് ടി കെ മാധവൻ നേതൃത്വം നൽകി. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ അതോടുകൂടി ഇപ്പോൾ NSS രൂപീകരിച്ച മഹാനായ മന്നത്ത് പത്മനാഭൻ ആദ്യകാലത്ത് SNDP യോഗത്തിൽ അംഗമായിരുന്നു. അതുപോലെ VT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്പൂതിരിയെ മനുഷ്യനാക്കുന്ന പ്രക്രിയയിൽ തങ്ങൾക്ക് പ്രചോദനമായി ഭവിച്ചത് ശ്രീനാരായണ ഗുരുവാണ് എന്നാണ്, ഗുരുവിൻ്റെ കർമ്മങ്ങളാണ് എന്നാണ്. എന്തിന് കേരളത്തിൽ പിന്നീട് രൂപം കൊണ്ട ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതിൻ്റെ ആചാര്യന്മാർ പോലും ഒടുവിൽ പറഞ്ഞു വെച്ചത് കമ്മ്യൂണിസം എന്ന ആശയത്തിന് വളർന്ന് വികാസം പ്രാപിക്കുന്നതിന് പര്യാപ്തമായ വളക്കൂറുള്ള മണ്ണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ചത് ശ്രീനാരായണ ഗുരുവാണ് എന്നാണ്. സാമൂഹിക മുന്നേറ്റ മുന്നണി ആദരവ് 2026 ഔദ്യോഗികമായ ഉദ്ഘാടനം. സാമൂഹ്യ മുന്നേറ്റ മുന്നണി വാർഷികാഘോഷവും അവാർഡ് വിതരണവും സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ. ഒന്ന്, നല്ല ഗുരുക്കന്മാരില്ല. രണ്ട്, ശിഷ്യരാവാൻ ആർക്കും താല്പര്യമില്ല. ഇന്ന് നേതാക്കന്മാരുണ്ട്, അനുയായികളില്ല. എല്ലാവരും നേതാക്കന്മാരാണെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അനുയായി ആവാൻ ആർക്കും താല്പര്യമില്ല. ഞങ്ങൾ വക്കീൽമാരെ കുറിച്ച് പറയും. ഞങ്ങൾ ആദ്യം വക്കീലായി കഴിഞ്ഞാൽ ഒരു 4-5 വർഷമൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കൂടെ നിന്ന് ഒന്ന് ശിക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത്. ഇന്നിപ്പോൾ നമ്മൾ വക്കീലായ നമ്മുടെ സന്നദ്ധ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുപ്പായ ഇടാനുള്ള ധൈര്യം കിട്ടിക്കാൻ നേരെ പോകുന്നത് സുപ്രീം കോടതിയിലേക്ക്. അതിന് മുമ്പായിട്ട് താഴെയുള്ള കോടതിയിലൊന്നും പോവില്ല. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രൊഫഷണലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും അങ്ങനെ അങ്ങ് മാറി. എല്ലാവർക്കും ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഗുരുക്കന്മാരെ മതസമൂഹങ്ങൾ വളർത്തിയെടുത്താൽ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാകുമെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. മതങ്ങളുടെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് എല്ലാ മതങ്ങളും ചെയ്യുന്നത് ദൈവത്തിൻ്റെ മേൽ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, മതങ്ങൾക്കകത്തും പുറത്തും അടുപ്പിക്കുക എന്നുള്ളതാണ്. അടുപ്പിക്കൽ മാറി അടുപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഈ ജീർണത. അപ്പോൾ നമ്മുടെ മതസമൂഹങ്ങളിലുള്ള ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച് ദൈവത്തെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള ഗുരുത്വമുള്ള ഗുരുക്കന്മാർ മതസമൂഹങ്ങളിൽ ഉണ്ടായാൽ ഒരുപക്ഷെ ഒരുപാട് മാറ്റം സമൂഹത്തിൽ വരുത്താൻ കഴിയും. ഇന്ന് മതങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ജീർണത വളരെ വിലപനീയമാണ് എന്നും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ കോടതികളിൽ പരിശോധിച്ച് അറിയാൻ പറ്റും. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ 3-1 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും മതങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുമാണ്. പിന്നെ 99% അടിയുറച്ച ഈശ്വരവിശ്വാസികളുടെയാണ് ഈ കേസുകളെല്ലാം. 1% ഉള്ളൂ ഈ സഹോദരനെപ്പനെ പോലെ യുക്തിവാദികളുടെ കോടതി പോകുള്ളൂ. അവർ മിക്കവാറും യുക്തി കൊണ്ട് കേസ് കൊടുക്കില്ല, അവരാരും കോടതി പോകുന്നില്ല. എന്നിട്ട് അവർ ഒരുപാട് ഭണ്ഡാരങ്ങളിൽ നേർച്ചയാണ്. പാവപ്പെട്ട മനുഷ്യന് 10 പൈസ കൊടുത്തിട്ട് കേസ് ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വഴിപാടുകളെല്ലാം നേർന്നിട്ട് എൻ്റെ കള്ളക്കേസ് ജയിക്കണമെന്നുള്ള ഈ കള്ളത്തരം കാണിച്ച് നടക്കലാണ് ഇന്നത്തെ ഈ പൂജ അർപ്പിക്കലും പിന്നെ ദേവാലയത്തിൽ പോലും പ്രാർത്ഥനകളൊക്കെ എൻ്റെ കള്ളക്കേസ് ജയിക്കണം. അപ്പം ധർമ്മം കർമ്മമായിരുന്നൊരു കാലഘട്ടം മാറിയിട്ട് ഇന്ന് കർമ്മം ഒരുമാതിരി ധർമ്മമായിട്ട് കൊണ്ടുമാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഈ കർമ്മം എന്നുള്ള വാക്കിന് നിഷ്കാമ കർമ്മം എന്നുള്ള വാക്കുണ്ടായിരുന്നു. അല്ല, നിഷ്കാമം എന്നുള്ള അങ്ങ് പോയി. ഇന്ന് വെറും കർമ്മമായി, കയ്യിലിരിപ്പ് മാത്രമായി. മനസ്സിലിരിപ്പ് നന്നാവാതെ കയ്യിലിരിപ്പ് നന്നാവില്ല. അപ്പം എനിക്ക് വലിയ ഒരു ഇഷ്ടം തോന്നിയ ഒരു പുസ്തകത്തിനകത്ത് ഞാൻ പറഞ്ഞ ദ പ്രൈസിൽ അവസാനം പറയുന്ന ഈ വാക്കുണ്ടല്ലോ, റിയലൈസേഷൻ ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മളുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ആനന്ദം, അല്ലെങ്കിൽ പരമാനന്ദം എന്ന് പറയുന്നത്
നമ്മളൊക്കെ പറയത്തില്ലേ പരമാനന്ദം എന്നേ പറയാവൂ. ഈ പരമാനന്ദം നമുക്ക് കിട്ടുന്ന വാസ്തവത്തിലുണ്ടല്ലോ, നമ്മൾ സ്വയം നമ്മളൊന്നിരുന്ന് നോക്കണം. അത് പറയാൻ വളരെ ഈസിയാണ്, പക്ഷേ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലുള്ള എല്ലാവരും വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം കുറച്ച് പേരേ ഉള്ളൂ, വളരെ താല്പര്യമുള്ളതുകൊണ്ട് മാത്രമേ ഇവരിയ്ക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് പോയിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴേ 10 മിനിറ്റ് ഒന്ന് സ്വയം ഒന്നിരിക്കാൻ നോക്കുക. നമ്മളെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കുക, നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നമ്മളെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. നമ്മളാരാണ്? ഒരു പക്ഷേ വലിയ ഒരു റിയലൈസേഷൻ അത് സാധിക്കും. അപ്പോൾ ഈ പ്രൈസ് വാസ്തവത്തിൽ ഇങ്ങനെ കിട്ടുന്ന എല്ലാ പ്രൈസുകളും ഒരു തരത്തിൽ നമ്മളെ സ്വയം മനസ്സിലാക്കാനുള്ള ഈ സെൽഫ് റിയലൈസേഷനിലേക്ക് നമ്മളെ നയിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ വലിയ സമാധാനം കിട്ടും. ഇന്ന് നമ്മൾ പ്രൈസ് കൊടുക്കുന്ന ജോണി ലൂക്കോസ്, ഞങ്ങൾ ഒന്നിച്ചും കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ല ഒരു ആരാധനായ സുഹൃത്താണ്. അദ്ദേഹത്തിന് പണ്ടൊരിക്കൽ ഞങ്ങളൊരു അവാർഡ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടുന്ന ആളാണ്. കാരണം കേരളത്തിലൊരു അഭിമുഖ വേദിയിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ആരാധ്യനായ ഒരു പത്രപ്രവർത്തകനാണ് ജോണി ലൂക്കോസ്. അതുപോലെ ഇവിടെ വേദിയിലില്ലാത്ത നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം കേരളത്തിലൊരു വലിയ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹിക മുന്നേറ്റ മുന്നണിയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സാമൂഹിക മുന്നേറ്റ മുന്നണി ജനറൽ സെക്രട്ടറി ശ്രീ ഡോക്ടർ ബി അബ്ദുൽ സലാം അവർകളെ സ്വാഗതം ചെയ്യുന്നു. സാമൂഹിക മുന്നേറ്റ മുന്നണി വാർഷിക റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി ഡോക്ടർ ബി അബ്ദുൽ സലാം അവതരിപ്പിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദം, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തോടെയാണ് സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. തമസ്കരിക്കപ്പെട്ട നവോത്ഥാന നായകരെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നത് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. അതിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ സ്ഥാനം ഏറ്റവും മുന്നിലാണ്. ഞങ്ങളുടെ ഈ യോഗ ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ശ്രീ ടി കെ കുട്ടപ്പനാണ്. ഈ വേദിയിലിരിക്കുന്ന അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ഒരു സൗമനസ്യം, സ്നേഹം അവിസ്മരണീയമാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന അനിൽ ദേവാണ്. സാമൂഹിക മുന്നേറ്റ മുന്നണിയുടെ ചൈതന്യവും ആത്മാവും ഒക്കെ പലപ്പോഴും വ്യവസായം നടത്തി സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം ശരിക്കും ഈ സംഘടനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലഘട്ടത്തെ, ആധുനിക കാലഘട്ടത്തെയും നമ്മളെ ഓർമ്മിപ്പിക്കുവാനും ഇവിടെ ഇനിയുമെങ്കിലും സമുദായ സൗഹാർദ്ദം കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അടിവരയിട്ട് പറയുവാനും സ്വാമിജിക്ക് കഴിഞ്ഞു. 2026 സഹോദരൻ അയ്യപ്പൻ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും MP, ടെക്നോക്രാറ്റ്, ഓൺട്രപ്രണർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഭാരതീയ ജനതാ പാർട്ടി കേരളം സംസ്ഥാന അധ്യക്ഷനും ആയ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അവർകളാണ്. അദ്ദേഹത്തിന് ചില തിരക്കുകൾ മൂലം ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. 2026 ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ സ്മാരക കലാശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ വിനയൻ അവർകളെയും പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ഓണറബിൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അവർകളെയും പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിനായി സാമൂഹിക മുന്നേറ്റ മുന്നണി ചെയർമാൻ ശ്രീ KP അനിൽദേവ് അവർകളെയും സ്വാഗതം ചെയ്യുന്നു. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ സ്മാരക കലാശ്രേഷ്ഠ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിനയന് നൽകി. ഞാൻ ചെയ്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ആത്മാക്കളെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ വികലാംഗരുടെ സംവിധായകൻ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. എനിക്ക് ഓർക്കുന്നുണ്ട്, എഴുത്തൊക്കെ അങ്ങനെ എഴുതി വന്നിട്ടുണ്ട്. കാരണം വ്യത്യസ്തങ്ങളായ പടങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഞാൻ ഹൊറർ പടമായിരുന്നു ആകാശഗംഗ, അല്ലെങ്കിൽ ഈ പറയുന്ന ബാബു ചെയ്ത വെള്ളി നക്ഷത്രം, അത്ഭുതദ്വീപ്, അതിശയൻ, ഒരു സയൻസ് ഫിക്ഷനായിരുന്നു. അത്തരം ഡിഫറൻറ്റ് അതൊക്കെ എടുത്തപ്പോഴും അതെല്ലാം പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. ഈ പറയുന്ന 19-ാം നൂറ്റാണ്ട് നിങ്ങൾ പറയുന്നത് പോലും
അതിനകത്തെ മാറ് മുറിച്ച് ആത്മാഹൂതി നടത്തുന്ന പെൺകുട്ടി നങ്ങേലി ഒരു പുതിയ പെൺകുട്ടിയാണ്. സിജു വിൽസൺ എന്ന് പറയുന്ന സാമാന്യം പുതിയ ഒരു പയ്യനാണ് അതിനകത്തെ ഹീറോ. പടമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ്. ഞാനപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ആരോ പറഞ്ഞു ഊമകളുടെ കഥയ്ക്കകത്ത് കൊണ്ടുവന്നത് ഒരു പുതിയ താരത്തെയായിരുന്നു, ജയസൂര്യ. അങ്ങനെയാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടൻ മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു 10-15 പേരെ കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. സാമൂഹിക പരിഷ്കർത്താവായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്മരണാർത്ഥം നൽകുന്ന ഫ്രീഡം ഓഫ് പ്രസ് മീഡിയ അവാർഡാണ് സമർപ്പിക്കപ്പെടുന്നത്. ഈ അവാർഡിന് അർഹനായിരിക്കുന്നത് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ ജോണി ലൂക്കോസ് അവർകളാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്മാരക ഫ്രീഡം ഓഫ് പ്രസ് മീഡിയ അവാർഡ് മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് ഏറ്റുവാങ്ങി. കാരണം ഈ 19-ാം നൂറ്റാണ്ടിലത്തെ ശ്രീ വിനയൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ എന്താണ് കേരളത്തിലെ ഈ ജാത്യാഭിമാനത്തിൻ്റെ അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. PK ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുറത്ത് കാണുന്നില്ലെങ്കിലും പരീക്ഷണശാലയിൽ വളർത്തി വികസിപ്പിച്ചെടുക്കുന്ന അണുക്കളെപ്പോലെ ശക്തമായ പ്രതിരോധ ശേഷിയുള്ള ഒന്നാണ് കേരളത്തിലെ ജാതിബോധം എന്ന്. അത് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് പോലെ ഈ ദളിത് മർദ്ദനവും ഒന്നും ഇല്ലാതിരിക്കുന്നത് ഈ സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള സാംസ്കാരിക നായകന്മാർ ഉണ്ടാക്കിയ അതിൻ്റെ പാരമ്പര്യം പിന്തുടരുന്ന ശക്തമായ സംഘടനകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതില്ലാത്തത്. കേരളത്തിലെ സ്ത്രീപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ജ്വലിക്കുന്ന ചരിത്രമായ പാർവതി അയ്യപ്പൻ്റെ സ്മരണാർത്ഥം നൽകുന്ന നാരീശക്തി പുരസ്കാരമാണ് വേദിയിൽ അടുത്തതായി സമർപ്പിക്കപ്പെടുന്നത്. ഈ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ നുസ്രത് ജഹാൻ അവർകളാണ്. പാർവതി അയ്യപ്പൻ സ്മാരക നാരീശക്തി അവാർഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീമതി EK നുസ്രത് ജഹാൻ സ്വീകരിച്ചു. മുസ്ലിം പെൺകുട്ടി, മാവൂരിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിയാർ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി എയർലൈൻ ജോബിന് പോകുമ്പോൾ അത് നാണക്കേട്, അത് മോശം. അപ്പോൾ അത് യൂണിഫോം ഇടാൻ പാടില്ല, അതിങ്ങനെ ഓക്കെ, ഒന്നും വകവെച്ചില്ല, നേരെ മാത്രം നോക്കിപ്പോയി, ഒന്നിനും സങ്കടപ്പെട്ടതുമില്ല. സങ്കടപ്പെടാൻ അറിയില്ലായിരുന്നു. കാരണം എല്ലാം ഇത് ജീവിതമാണെന്ന് എന്തോ ഒരു ഉൾവിളി. സാറ് പറഞ്ഞ പോലെ സ്വയം കണ്ടെത്തൽ അന്നേ തുടങ്ങിയിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഒരു ജോലിയിലിരിക്കുമ്പോൾ 26 വയസ്സായ ഉമ്മൻ്റെ മൂത്ത മകളാണ് എൻ്റെ താഴെയുള്ള 3 കുട്ടികൾ. അപ്പോൾ ഈ കുടുംബത്തിലുള്ള പിന്നെ ഉപ്പ മരിച്ചപ്പോൾ കിട്ടുന്ന സ്വത്തവകാശം നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ TV-യിൽ വന്ന് പറയുമ്പോൾ ഞാൻ എന്തോ പഠിച്ചിട്ട് എവിടുന്നോ പറയണം. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയണത്. സ്വത്തവകാശത്തിന് പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബത്തിൽ ബാപ്പൻ്റെ സ്വത്ത് കിട്ടുന്നതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം അനുഭവിച്ചാണ് ആ കാലഘട്ടം. അത് കഴിഞ്ഞ് ജോലി കിട്ടി ഇങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ ജോലി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുടുംബത്തെല്ലാം നിവർന്ന് നിൽക്കാനായി ഒരു കല്യാണം കഴിക്കുമ്പോൾ ആ ജോലിയല്ലാത്ത ഒന്നും അവർക്കൊന്നും വേണ്ടിയിരുന്നില്ല. നമ്മളെ സ്വാതന്ത്ര്യമോ നമ്മളെങ്ങനെ ഇത് ജോലി ചെയ്യണ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇന്ന് രാത്രി ഒരു കൺട്രി മാനേജർ ഇന്ത്യ വരെയുള്ള സ്ഥാനം ഒരു ചെറിയ പോസ്റ്റിൽ തൊട്ടിട്ട് ഞാൻ ഇന്ത്യൻ്റെ കൺട്രി മാനേജർ ഇന്ത്യ വരെ ആയൊരു ലെവലിൽ ഞാൻ വന്നു എയർലൈനിൽ. പക്ഷേ എന്നെ കണ്ടെത്താൻ എനിക്ക് ഈ ഗുരുക്കന്മാർ, ഇന്നിപ്പോൾ സ്വാമിജി ഇവിടെ പറഞ്ഞ പോലെ ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത് നമ്മളിലേക്ക് നമ്മളെ തിരിച്ചറിയുമ്പോൾ നമ്മളിലേക്കൊരു സമയം കിട്ടുമ്പോൾ തിരിച്ചറിയണ ആ ആത്മീയതയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. എനിക്ക് സന്തോഷം തന്നത്. ഈ ലോകം എൻ്റേത് കൂടിയാണ്. ഈ ലോകം ഏറ്റവും സുന്ദരമായ ലോകത്ത് ഇതന്നെയാണ് സ്വർഗവും നരകവും. ഇതിനപ്പുറമുള്ള ഒരു മതവും ഇല്ല, ജാതിയും ഇല്ല, വ്യക്തികളോ ഇല്ല, ഒന്നുമില്ല. നവമാധ്യമ രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് സ്വദേശാഭിമാനി നവമാധ്യമ പുരസ്കാരം ജനഭൂമി ആൻഡ് ഐആർട്സ് ഗ്ലോബൽ എന്റർപ്രൈസസ് മാനേജിംഗ് ഡയറക്ടർ രതീഷ് കൃഷ്ണയ്ക്ക് കൈമാറി. സാമൂഹ്യ മുന്നേറ്റ മുന്നണിക്ക് ഈ അവാർഡ് തന്നതിന് നന്ദി, നമസ്കാരം. ഞാൻ കൂടുതൽ സമയം പറഞ്ഞ് നീട്ടുന്നില്ല. കാരണം അരമണിക്കൂർ ഒരു വാർത്ത എഴുതിക്കൊണ്ടുവന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് സമയ ദൈർഘ്യമില്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞാൽ അത് അധിക ദൈർഘ്യമാകാത്തതുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും മനോഹരമായി ഈ ചടങ്ങ് നടത്തുവാൻ മലയാളി സമൂഹത്തിൻ്റെ നിതാന്തമായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് കഴിഞ്ഞു. ഇനിയും ഇതേപോലുള്ള പരിപാടികൾ നടത്തും. അപ്പോൾ നടത്തുമ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ അഭ്യർത്ഥിക്കുക. ആർ ബാലശങ്കർ, TK കുട്ടപ്പൻ, പ്രൊഫസർ കോന്നി ഗോപകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.